നമസ്കാരം, SK ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ചില കണക്കുകളെ കുറിച്ചാണ് പറയുന്നത്. സാധാരണയായി നമ്മൾ പലചരക്ക് കടകളിൽ പോയി സാധനങ്ങൾ മേടിക്കുമ്പോൾ സാധനങ്ങളുടെ തൂക്കത്തിനനുസരിച്ചുള്ള വില കണക്കാക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ചിലരിത് വളരെ നന്നായിട്ട് കണക്ക് കൂട്ടുമെങ്കിലും ചിലർക്ക് അത് പലപ്പോഴും ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടാറുണ്ട്. അത്തരം കണക്കുകളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഉദാഹരണത്തിന്, ഞാനൊരു പലചരക്ക് കടയിൽ പോകുന്നു. അവിടെ 1 കിലോ പഞ്ചസാരയുടെ വില 42 രൂപയാണെന്ന് സങ്കല്പിക്കുക. എങ്കിൽ എനിക്ക് ആ കടയിൽ നിന്ന് വാങ്ങേണ്ടത് 100 ഗ്രാം പഞ്ചസാരയാണ്. എങ്കിൽ ഞാൻ ആ 100 ഗ്രാം പഞ്ചസാരയ്ക്ക് എത്ര പൈസയാണ് കൊടുക്കേണ്ടത്? ഈ കണക്ക് ചില ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. ഓക്കെ, നിങ്ങൾ നോക്കൂ, 1 കിലോ പഞ്ചസാരയുടെ വില 42 രൂപയാണ്. എങ്കിൽ 100 ഗ്രാം പഞ്ചസാരയ്ക്ക് 4.2 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ 4.2 രൂപ എന്ന് പറയുന്നത് 4 രൂപ 20 പൈസയാണ്. അതെങ്ങനെയാണ് കിട്ടിയത്? ഈ 42ന്റെ നടുക്ക് ഇവിടെ ഒരു പോയിന്റ് കൊടുത്തപ്പോൾ 100 ഗ്രാമിന്റെ പൈസ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ 100 ഗ്രാം പഞ്ചസാരയ്ക്ക് 4 രൂപ 20 പൈസയാണ്. ഈ 4.2 എന്ന് പറയുന്നത് 4.20 ആ 0 അവിടെ എഴുതാറില്ല. ഓക്കെ, അതായത് 4 രൂപ 20 പൈസ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, എങ്കിൽ 200 ഗ്രാം പഞ്ചസാരയാണ് വാങ്ങേണ്ടതെങ്കിൽ 200 ഗ്രാമിൻ്റെത് ഞാൻ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. 4.2 കൂട്ടണം 4.2, 4.2 4.2. ഈ 4.2 എന്ന് പറഞ്ഞാൽ 4 രൂപ 20 പൈസയാണ് അല്ലേ? അപ്പം 4 രൂപ 20 പൈസയും 4 രൂപ 20 പൈസയും കൂട്ടിയാൽ 8 രൂപ 40 പൈസയല്ലേ? അതാണ് 8 രൂപ 40 പൈസ. ഈ 8.4 എന്ന് പറയുന്നത് 8 രൂപ 40 പൈസയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പം 42 രൂപ 1 കിലോ വിലയുള്ള പഞ്ചസാര 200 ഗ്രാം വാങ്ങാൻ 8 രൂപ 40 പൈസയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് 500 ഗ്രാമാണ് വാങ്ങേണ്ടതെങ്കിൽ ഈ പൈസയുടെ നേർപകുതി കൊടുത്താൽ മതിയല്ലോ. അതായത് 21 രൂപയാണ് കൊടുക്കേണ്ടത്. എങ്കിൽ 250 ഗ്രാം വാങ്ങാനാണെങ്കിൽ എത്രയാണ് കൊടുക്കേണ്ടത്? ഇതിൻ്റെ പകുതി 21 അല്ലേ? അതായത് 500 ഗ്രാമിനാണ് 21 രൂപ. എങ്കിൽ 250 ഗ്രാമിന് ആ 21ന്റെ പകുതി വീണ്ടും എടുക്കുക. എത്രയായിരിക്കും അത്? 10 രൂപ 50 പൈസ. ഓക്കെ, അപ്പോൾ 250 ഗ്രാമിൻ്റെത് ആ രീതിയിൽ നമുക്ക് കിട്ടും. 500 ഗ്രാമിൻ്റെയും നമുക്ക് കിട്ടും. 200 ഗ്രാമിൻ്റെയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. എങ്കിൽ 300 ഗ്രാമിൻ്റെത് എങ്ങനെ കിട്ടും? ഈ 8 രൂപ 40 പൈസയോട് വീണ്ടും ഒരു 4 രൂപ 20 പൈസ കൂട്ടിയാൽ 300 ഗ്രാമിൻ്റെത് കിട്ടും. അതായത് 8 രൂപ 40 പൈസയോട് 4 രൂപ 20 പൈസ വീണ്ടും കൂട്ടിയാൽ എത്രയാ? 12 രൂപ 60 പൈസ. ഓക്കെ, അതാണ് 300 ഗ്രാമിന്. എങ്കിൽ 400 ഗ്രാമിൻ്റെത് എത്രയാ കിട്ടുക? 8 രൂപ 40 പൈസയാണ് 200 ഗ്രാമിന്. എങ്കിൽ 400 ഗ്രാമിന് എത്രയായിരിക്കും? ഇതിൻ്റെ ഡബിൾ ആയിരിക്കും. 8 രൂപ 40 പൈസയുടെ ഡബിൾ എത്രയാ? 16 രൂപ 80 പൈസ. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എളുപ്പം ഒരു കാൽക്കുലേറ്ററിൻ്റെ സഹായമില്ലാതെ തന്നെ കണക്ക് കൂട്ടാനായിട്ട് സാധിക്കും. ഇനി 600 ഗ്രാമിൻ്റെ പൈസയാണ് നമുക്ക് കണക്ക് കൂട്ടേണ്ടതെങ്കിലോ 500 ഗ്രാമിന് ഞാൻ പറഞ്ഞു ഇതിൻ്റെ പകുതിയാണ്. എത്രയാ? 21 രൂപ. എങ്കിൽ 600 ഗ്രാം എന്ന് പറയുന്നത് 500 ഗ്രാമിനോട് 100 ഗ്രാം കൂടി കൂട്ടിയാലല്ലേ? അപ്പോൾ 500 ഗ്രാമിന് 21 രൂപയാണ് വേണ്ടത് അല്ലേ? 100 ഗ്രാമിന് എത്രയാ? 4 രൂപ 20 പൈസ. എങ്കിൽ ആ 21 രൂപയോടുകൂടി ഈ 4 രൂപ 20 പൈസ കൂട്ടിയാൽ 21 കൂട്ടണം 4 രൂപ 20 പൈസ എത്രയാ? 25 രൂപ 20 പൈസ. അപ്പോൾ 600 ഗ്രാം പഞ്ചസാരയ്ക്ക് 25 രൂപ 20 പൈസയാണ് കൊടുക്കേണ്ടത്. ഇത് നമുക്ക് മനസ്സിൽ കണക്ക് കൂട്ടാനായിട്ട് സാധിക്കും. കാൽക്കുലേറ്ററിൻ്റെ സഹായമില്ലാതെ മനസ്സിൽ എങ്ങനെയാണ് കൂട്ടുന്നത് എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി 700 ഗ്രാം പഞ്ചസാരയുടെ വിലയാണ് നോക്കുന്നതെങ്കിലോ 700 ഗ്രാം പഞ്ചസാരയ്ക്ക് എത്രയാണ് കൊടുക്കേണ്ടത്? ഞാൻ പറഞ്ഞു 500 ഗ്രാമിന് 21 രൂപയാണ് കൊടുക്കേണ്ടത്, 42ന്റെ പകുതി അല്ലേ? എങ്കിൽ 700 ഗ്രാം എന്ന് പറയുന്നത് 500 ഗ്രാമും 200 ഗ്രാമും കൂട്ടിയാലല്ലേ കിട്ടുക. അപ്പോൾ 500 ഗ്രാമിന് 21 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത്. എങ്കിൽ അതിനോടൊരു 200 ഗ്രാമിൻ്റെ പൈസ കൂടി കൂട്ടണ്ടേ? 200 ഗ്രാമിൻ്റെ പൈസ എത്രയാ? 8 രൂപ 40 പൈസ. എങ്കിൽ 700 ഗ്രാം പഞ്ചസാരയ്ക്ക് എത്രയാ? 21 രൂപയാണ് 500 ഗ്രാമിന്. 700 ഗ്രാമിനാവുമ്പോൾ ആ 21 രൂപയോടുകൂടി 8 രൂപ 40 പൈസയും കൂടി കൂട്ടണം. അപ്പോൾ എത്രയാ? 21 രൂപയോട് 8 രൂപ 40 പൈസ കൂട്ടിയാൽ 29 രൂപ 40 പൈസ. അപ്പോൾ 700 ഗ്രാമിൻ്റെയും നമുക്ക് കിട്ടിയല്ലേ? എന്നാൽ 750 ഗ്രാമിന് എത്രയായിരിക്കും പൈസ വരിക? 500 ഗ്രാമിന് ഇതിൻ്റെ പകുതിയാണ് എന്ന് പറഞ്ഞാൽ എത്രയാ? 21 രൂപ.
ഇനി 250 ഗ്രാമിന് ഞാൻ നേരത്തെ പറഞ്ഞു 21 രൂപയാണ് 500 ഗ്രാമിന് അല്ലേ. 250 ഗ്രാമിന് എത്രയാ? ആ 21ന്റെ പകുതി എത്രയാ? 10.5 രൂപയാണ്. എങ്കിൽ ആ 10.5 രൂപയും 21 രൂപയും കൂട്ടിയാൽ എത്രയാ? 31 രൂപ 50 പൈസ. അതാണ് 750 ഗ്രാമിന്റെ പൈസ. 500 ഗ്രാമിന് 21 രൂപ, 250 ഗ്രാമിന് ആ 21ന്റെ പകുതി 10.5. എങ്കിൽ 500 ഗ്രാമും 250 ഗ്രാമും കൂട്ടിയാലാണ് 750 ഗ്രാം. 750 ഗ്രാം പഞ്ചസാരയുടെ വില 31 രൂപ 50 പൈസ. എങ്ങനെ കിട്ടി? 21 കൂട്ടണം 10 രൂപ 50 പൈസ. അപ്പോൾ 31 രൂപ 50 പൈസയാണ് 750 ഗ്രാം പഞ്ചസാരയുടെ വില. ഞാനിത് പഞ്ചസാര ഉദാഹരണമായിട്ട് എടുത്തതാണ്. ഏത് സാധനങ്ങളാണെങ്കിലും ഇങ്ങനെയാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. ഇനി 800 ഗ്രാമിനാണെങ്കിൽ എങ്ങനെയാ വരിക? ഞാൻ പറഞ്ഞു 500 ഗ്രാമിന് 21 രൂപയാണ് അല്ലേ. 100 ഗ്രാമിന് 4 രൂപ 20 പൈസയാണ്. 300 ഗ്രാമിന് ഞാൻ നേരത്തെ പറഞ്ഞതാ. 300 ഗ്രാമിന് എത്രയാ? 100 ഗ്രാമിന് 4 രൂപ 20 പൈസയാണെങ്കിൽ 300 ഗ്രാമിന് എത്രയാ? 4 രൂപ 20 പൈസയുടെ 3 ഇരട്ടി. അതെത്രയാ? 12 രൂപ 60 പൈസ അല്ലേ. അപ്പോൾ 500 ഗ്രാമിന് 21 രൂപയും 300 ഗ്രാമിന് 12 രൂപ 60 പൈസയും. എങ്കിൽ 800 ഗ്രാമിന് എത്രയായി? ആ 21ഉം 12 രൂപ 60 പൈസയും കൂട്ടിയാൽ മതി. അപ്പം എത്രയാ? 33 രൂപ 60 പൈസ. ഓക്കെ, അപ്പോൾ 800 ഗ്രാമിൻ്റെയും നമുക്ക് കിട്ടി അല്ലേ. ഈ രീതിയിൽ എത്ര ഗ്രാമിൻ്റെയും നമുക്ക് മനസ്സിൽ കണക്ക് കൂട്ടാനായിട്ട് സാധിക്കും. ഇനി നിങ്ങളൊരു ബേക്കറി കടയിലാണ് ചെല്ലുന്നതെങ്കിൽ അവിടെയുള്ള ഏതോ ഒരു ഐറ്റത്തിൻ്റെ വില 155 രൂപയാണെന്ന് സങ്കല്പിക്കുക. എങ്കിൽ 100 ഗ്രാമിന് നിങ്ങൾ എത്രയാ പൈസ കൊടുക്കേണ്ടത്? ഈ ലാസ്റ്റ് അക്കത്തിന് മുമ്പായിട്ട് ഒരു പോയിന്റ് കൊടുത്താൽ മതി. അപ്പോൾ 100 ഗ്രാമിൻ്റെ വില എത്രയാ? 15 രൂപ 50 പൈസ. ഓക്കെ, എങ്കിൽ 200 ഗ്രാമിന് എത്രയായിരിക്കും? 15 രൂപ 50 പൈസ. എത്രയാ ഡബിള്? 31 രൂപ അല്ലേ. അപ്പോൾ 200 ഗ്രാമിന് 31 രൂപയായിരിക്കും. ഇനി 155 രൂപയാണ് 1 കിലോൻ്റെ വില അല്ലേ. എങ്കിൽ 500 ഗ്രാമിന് എത്രയായിരിക്കും? ഇതിൻ്റെ പകുതി 77.5 രൂപ. ഈ 155ൻ്റെ പകുതിയാണ് 500 ഗ്രാമിൻ്റെ പൈസ അല്ലേ. ഈ 155ൻ്റെ പകുതി എടുക്കാനും ചില ആളുകൾക്ക് ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. നമ്മൾ ഒരിക്കലും 155ൻ്റെ പകുതി നേരിട്ട് എടുക്കാൻ പാടില്ല. 150ൻ്റെ പകുതി എത്രയാ? 75. 5 രൂപയുടെ പകുതി എത്രയാ? 2 രൂപ. എങ്കിൽ 155ൻ്റെ പകുതി എത്രയാ? ആ 75 രൂപയും 2.5 രൂപയും കൂട്ടിയാൽ മതി. അതായത് 77.5 രൂപ. ഓക്കെ, ആ രീതിയിലൊക്കെ നിങ്ങൾ കണക്ക് കൂട്ടാനായിട്ട് പഠിച്ചിരിക്കണം. എന്നാൽ ഈ കണക്ക് ഒരു കാൽക്കുലേറ്ററിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ കൂട്ടുന്നതെങ്കിൽ എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് പറയാം. നമ്മൾ സാധാരണ മനക്കണക്കാണ് എപ്പോഴും കൂട്ടി നോക്കേണ്ടത്. കാൽക്കുലേറ്റർ ഇല്ലാതെ കൂട്ടാനായിട്ടാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത്. നിങ്ങളൊരു കാൽക്കുലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ 1 കിലോ പഞ്ചസാരയുടെ വില 42 എങ്കിൽ 100 ഗ്രാം പഞ്ചസാരയുടെ വില കണക്കാക്കാൻ 42 ഗുണിക്കണം 0.100. ഇത് 0.100 എന്ന് വായിക്കരുത്, 0.100 എന്നാണ് വായിക്കുക. ഓക്കെ, അപ്പോൾ 42 ഗുണിക്കണം 0.100 എന്ന് പറയുന്നത് 4.2 ആയിരിക്കും. അതായത് 4 രൂപ 20 പൈസ എന്നാണ് ഇത് വായിക്കുക. ഓക്കെ, അപ്പോൾ 42 രൂപ വിലയുള്ള ഒരു സാധനം 100 ഗ്രാം വാങ്ങാൻ 4.2 അതായത് 4 രൂപ 20 പൈസയാണ് കൊടുക്കേണ്ടത്. ഇത് കാൽക്കുലേറ്റർ വെച്ച് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി 42 രൂപ വിലയുള്ള സാധനം 300 ഗ്രാം ആണ് വാങ്ങുന്നതെങ്കിൽ എങ്ങനെയാണ് കണക്ക് കൂട്ടുക? 42 ഗുണിക്കണം 0.300. കാൽക്കുലേറ്ററിൽ കണക്ക് കൂട്ടുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം 42 രൂപ വിലയുള്ള സാധനം 300 ഗ്രാം ആണ് വാങ്ങേണ്ടത് എങ്കിൽ 42 ഗുണിക്കണം 0.300. ഇത് ചെയ്താൽ 12 രൂപ 60 പൈസ എന്നാണ് കിട്ടുക. 12.6 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇത് നേരത്തെ ഈ രീതിയിൽ പറഞ്ഞപ്പോഴും ഇങ്ങനെ കിട്ടിയതായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ഇനി എത്ര ഗ്രാമാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിലും ഈ രീതിയിൽ ആ പൈസേനെ ആ ഗ്രാം കൊണ്ട് ഗുണിച്ചാൽ മതി. പക്ഷേ ഗുണിക്കുമ്പോൾ എപ്പോഴും ആദ്യം ഒരു പോയിന്റ് കൊടുക്കണം. ഓക്കെ, എങ്കിൽ 350 ഗ്രാമാണ് വാങ്ങേണ്ടതെങ്കിൽ നിങ്ങൾ 42 ഗുണിക്കണം 0.350 ചെയ്യേണ്ടത്. അപ്പോൾ 42 രൂപ വിലയുള്ള സാധനം 350 ഗ്രാം വാങ്ങുമ്പോൾ 42 ഗുണിക്കണം 0.350 അല്ലേ. അങ്ങനെ ചെയ്താൽ 14 രൂപ 70 പൈസയാണ് അതിൻ്റെ വില എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഈ രീതിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 42 രൂപയാണ് വിലയെങ്കിൽ 100 ഗ്രാമിന് ഇവിടെ ഒരു പോയിന്റ് ഇട്ടാൽ 4 രൂപ 20 പൈസ എന്ന് കിട്ടും. അതാണ് 100 ഗ്രാമിൻ്റെ വില. 100 ഗ്രാമിൻ്റെ വില 4 രൂപ 20 പൈസയാണെങ്കിൽ 50 ഗ്രാമിൻ്റെത് 2 രൂപ 10 പൈസയായിരിക്കും.
ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് 125 രൂപ വിലയുള്ള കോഴി ഇറച്ചി മേടിക്കണം. അപ്പോൾ നമ്മളെ കയ്യിൽ 100 രൂപയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കടയിൽ ചെന്ന് 100 രൂപക്ക് ഇറച്ചി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ഗ്രാം ഇറച്ചിയാണ് കിട്ടുക? അതെങ്ങനെയാണ് കണക്ക് കൂട്ടുക? നമുക്കറിയാം 125 രൂപ വിലയുള്ള ചിക്കന് 100 ഗ്രാമിൻ്റെ വില എന്ന് പറയുന്നത് 12 രൂപ 50 പൈസയായിരിക്കും. അതെങ്ങനെയാണ് കിട്ടുന്നത്? 125ൻ്റെ ആ 5-ന് മുമ്പായിട്ടൊരു പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 12.5 എന്ന് കിട്ടും. അതായത് 12 രൂപ 50 പൈസ. എങ്കിൽ 200-ന് എത്രയായിരിക്കും? 12 രൂപ 50 പൈസേൻ്റെ ഡബിൾ എത്രയാ? 25 രൂപ. അപ്പോൾ 200-ന് 25 രൂപയാ അല്ലേ? എങ്കിൽ ആ 25 രൂപയുടെ 200 ഗ്രാം നമുക്ക് കിട്ടില്ല. 100 രൂപയുടേതേ കിട്ടുള്ളൂ. അതായത് 800 ഗ്രാമാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതും കാൽക്കുലേറ്റർ വെച്ച് നമുക്ക് ചെയ്യാം. അതെങ്ങനെയാണ് കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാം? 125 രൂപ വിലയുള്ള ചിക്കൻ 100 രൂപ കൊടുത്താൽ എത്ര നമുക്ക് കിട്ടും എന്നുള്ളത് നമ്മൾ കണക്ക് കൂട്ടുന്നത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് എങ്ങനെ എന്നാണ് നെക്സ്റ്റ് ഞാൻ പറയുന്നത്. നമ്മളെ കയ്യിലൊക്കെ മൊബൈലുണ്ട്. മൊബൈലിലെ കാൽക്കുലേറ്ററിൽ നമുക്കത് അപ്പം തന്നെ ചെയ്തു നോക്കാം. അതായത് 125 രൂപ വിലയുള്ള കോഴിയിറച്ചി നമ്മൾ 100 രൂപക്ക് മേടിക്കുമ്പോൾ 100/125 നമ്മൾ ചെയ്യാം. അതായത് 100 ഹരിക്കണം 125 എന്ന് കാൽക്കുലേറ്ററിൽ ചെയ്യാം. എങ്കിൽ നമുക്ക് കിട്ടുക 0.8 എന്നായിരിക്കും. അത് 0.8 ആണ്. ഈ 0.8 എന്ന് പറയുന്നത് 800 ആയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ 800 ഗ്രാമാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി 125 രൂപ വിലയുള്ള കോഴിയിറച്ചി നമ്മൾ 90 രൂപക്കാണ് മേടിക്കുന്നതെങ്കിൽ നമുക്ക് എത്ര ഗ്രാമാണ് കിട്ടുക? ഈ രീതിയിൽ കണക്കൂട്ടിയാൽ മതി. അതായത് 90 ഹരിക്കണം 125. 90 ഹരിക്കണം 125 എന്ന് കാൽക്കുലേറ്ററിൽ കണക്കൂട്ടിയാൽ നമുക്ക് 0.75 എന്നാണ് കിട്ടുക. ഇങ്ങനെയാണ് കാൽക്കുലേറ്ററിൽ നമുക്ക് കിട്ടുക. ഇത് 0.75 ആണ്. അതായത് 750 ഗ്രാം എന്നാണ് നിങ്ങളത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഈ പോയിന്റ് കഴിഞ്ഞ് അവസാനം 0 വരുമ്പോൾ ആ 0 കാൽക്കുലേറ്ററിൽ ഒരിക്കലും വരില്ല. അത് നിങ്ങൾ ആ 0 ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഈ വീഡിയോ ഇത്തരം കണക്കുകൾ അറിയാത്ത ആളുകൾക്കുള്ളതാണ്. ഇത് മിക്ക ആളുകൾക്കും നന്നായിട്ട് അറിയുന്നൊരു കണക്കായിരിക്കും. പക്ഷേ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല എൻ്റെ SK ടോക്സ് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.